ഇവിടെ ആരും ഇല്ലേ ഇനി? ആരാ? ഇത് ഷൈനയുടെ വീടല്ലേ? അതെ, ഷൈനിയുടെ വീടാണ്. എന്റെ പേര് ജിഷ്ണു എന്നാണേ. ഞാൻ ഷൈനയുടെ കൂടെ പഠിച്ചതാ. ആണോ? ഇത് ഷൈനിയുടെ മോളാ. എന്നാ മോളുടെ പേര്? കുഞ്ഞാറ്റ. അമ്മ ജോലിക്ക് പോയോ? അമ്മ ജോലിക്ക് പോയി. ഷൈനയുടെ ഹസ്ബൻഡ് എന്നാ ചെയ്യുന്നു? അവൻ ഇവിടെ അടുത്താ ജോലി ചെയ്യുന്നത്. മോനകത്ത് കയറി വാ. അല്ല വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാനേ എന്റെ വീട് കയറിത്താമസം വിളിക്കാൻ വന്ന വരുന്ന ഞായറാഴ്ചയാ മോളെ. നിങ്ങൾ എല്ലാവരും വന്നേക്കണം കേട്ടോ. മോനെ, കാപ്പി കുടിച്ചിട്ട് പോവാം. അയ്യോ, കാപ്പി ഒന്നും വേണ്ട. കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയത്. അകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആ, നീ വന്നോ? ഇത് ഷൈനിയുടെ കൂടെ പഠിച്ചാ. ആ, മോനെ, ഇത് ഷൈനിയുടെ ഹസ്ബൻഡാ. ആ, തന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. അതിനിപ്പോ എന്താ വിശേഷിച്ച്? ആ, രാവിലെ വലിച്ചു കയറ്റിട്ടാണല്ലോ വന്നേക്കുന്നേ. എന്റെ വീടിന് കയറിത്താമസമായിരുന്നു, അത് വിളിക്കാനായിട്ട് വന്നാ. ഒരു കണ്ടുപരിചില്ല തന്നെ. താനിവിടെ ഇല്ലായിരുന്നോ? ഇല്ല, അത് ഞാൻ ബോംബെയിലായിരുന്നു. ഓ, അപ്പൊ അതോലോകായിരിക്കും അല്ലേ? പിന്നെ കളിന് മണ അച്ചാച്ചാ. ആണോച്ചം വാ എഴുതാത്തോണ്ടാ മോളെ. അതിന് അച്ഛൻ പല്ല് തേക്കാറില്ലല്ലോ. ഈ കൊച്ചനെ നിർത്തി അങ്ങോട്ട് അപമാനിക്കുവാണല്ലോ. വാമേ, നമുക്ക് കയറി പോവാ. ആ, പോയി വേണമെങ്കിൽ പോയി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ. ഓരോരുത്തന്മാര് വലിഞ്ഞു കയറി വന്നോളും. അവളുടെ കൂടെ പഠിച്ച ഇവന്റെ കൂടെ പഠിച്ചാന്നും പറഞ്ഞോണ്ട് പനിച്ചിട്ട് സൗകര്യക്കേട് ഉണ്ടാക്കാൻ വേണ്ടി. മച്ചാനിങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാ കോപ്പി ചോദിക്കാനായിട്ടാ? നമുക്ക് ഒരു 1.5 പോയി അടിച്ചാലോ? അങ്ങനെയുള്ള നല്ല നല്ല കാര്യം പറ. വീട്ടിൽ കയറി വരുന്നവരോട് കുറച്ചുകൂടെ മാനിയായിട്ടൊക്കെ വർത്താനം പറയണ്ടാണ്. അല്ല പിന്നെ എന്നടാ? അല്ല, വേറൊന്നുമല്ല. ഇവിടെ നടന്നതേ വേറെ ആരോടും പറയല്ലേ. അതെനിക്ക് ക്ഷീണമാണ്.